ദ ജേർണലിസ്റ്റിലേക്ക്. അങ്ങനെ കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയും സർവോപരി സൂപ്പർ താരവുമായ സുരേഷ് ഗോപി വീണ്ടും ഒരറ്റകൈ പ്രയോഗം നടത്തിയിരിക്കുകയാണ്. ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന്, മുതിർന്നൊരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു മിന്നൽ നീക്കമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് കേട്ടോ. 3 മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ പരാതി കൊടുത്ത് അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ 3 മാധ്യമ സ്ഥാപനങ്ങൾ റിപ്പോർട്ടർ, മീഡിയ വൺ, അതുപോലെ തന്നെ മനോരമ ന്യൂസ് എന്നീ മാധ്യമ സ്ഥാപനങ്ങളാണ്. ഇതിലെ റിപ്പോർട്ടർമാർക്കെതിരെയും ക്യാമറാമാൻമാർക്കെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയെ വാഹനത്തിൽ കയറ്റാൻ അനുവദിക്കാതെ തടഞ്ഞുവെന്നും സുരക്ഷാ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി തള്ളിമാറ്റിയെന്നുമാണ് എഫ്ഐആറിലുള്ളത്. 2 ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ 3 വകുപ്പുകളും ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആ വാർത്തകൾക്കടിയിൽ പല പ്രേക്ഷകരും ചോദിക്കുന്നത് ഞങ്ങളുടെയൊക്കെ അംഗനവാടി കാലഘട്ടം ഓർമ്മ വരുന്നു എന്നാണ്. അതായത് എന്നെ പിച്ചി, എന്നെ മാന്തി, എന്നെ ചൊറിഞ്ഞു, ടീച്ചർ ഏതാവൻ എന്നെ തോണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഇതുപോലുള്ള വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകർ മുമ്പിൽ വന്ന് ചോദ്യം ചോദിച്ചതിൻ്റെയൊക്കെ പേരിൽ പോലീസിൽ പരാതി കൊടുക്കുക, അതിന് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കുക, അതൊരു വലിയ വിഷയമാക്കുക, ഇതൊക്കെ ശരിക്കും ബാലിശമാണ് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. ഇനി സുരേഷ് ഗോപിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഭീതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷയൊക്കെ ആവശ്യപ്പെടാം, അതൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു എന്നതിൻ്റെ പേരിലൊക്കെ കേന്ദ്രത്തിന് കത്തയക്കുന്നു, അല്ലെങ്കിൽ കേസിൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു എം പി എന്ന നിലയിൽ, പ്രത്യേകിച്ചും ഒരു കേന്ദ്രമന്ത്രി, കേരളത്തിൻ്റെ പ്രതീക്ഷയുള്ളൊരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി ചെയ്യുന്നത് മണ്ടത്തരമായി പോകും, അദ്ദേഹത്തിന് തിരിച്ചടിക്കുമെന്ന അഭിപ്രായം എനിക്ക് എന്തായാലും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന ഹാഷ്ടാഗോടുകൂടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് വമ്പൻ വിജയം നേടി ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് വമ്പൻ വിജയം നേടി 5 കേന്ദ്രമന്ത്രിമാരുടെ ഏകോപനത്തോടുകൂടി കേരളത്തെ സ്വർഗമാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു കേന്ദ്രമന്ത്രിയുടെ ദയനീയാവസ്ഥ നോക്കുക. 3 മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ പരാതി നൽകി കേസെടുപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ കേന്ദ്രമന്ത്രി എത്തിയിരിക്കുന്നു. എത്ര ദയനീയമാണ്, എത്ര സഹതാപാർഹമാണ് അദ്ദേഹത്തിൻ്റെ ഈ നടപടി. എന്തിനാണ് ശ്രീ സുരേഷ് ഗോപി അങ്ങേപ്പോലെയുള്ളൊരു സൂപ്പർ താരം, അങ്ങേപോലെ പൊതുജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരോട്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ പൊതുവിൽ നല്ലതുപോലെ പിന്തുണ നൽകിയ ഒരു കേന്ദ്രമന്ത്രി ഈ വിധത്തിൽ ഇടപെടുന്നത്? ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതി കൊടുക്കാനും മാത്രം അവർ എന്തു തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ വരുന്നു, മാധ്യമപ്രവർത്തകർ എല്ലാ കേന്ദ്രമന്ത്രിമാരെ പോലെയും, അല്ലെങ്കിൽ കേരളത്തിലുള്ള വി മുരളീധരൻ അടക്കമുള്ളവർ കേന്ദ്രമന്ത്രിമാരായിരുന്നു, നമുക്കറിയാം. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ്. ഇവരൊക്കെ വരുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. അതും ചോദിച്ചത് താങ്കൾ കൂടി ഉൾപ്പെടുന്ന മലയാള സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെക്കുറിച്ചാണ്. അതും താങ്കൾക്ക് വലിയ വൈരാഗ്യമുള്ള CPMൻ്റെ MLA ആയ മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ പരാതി ഉയർന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതൊക്കെ ചോദിക്കുമ്പോൾ താങ്കൾ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഇതിനു മുമ്പും ഈ വിധത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇത്തവണ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിച്ചത് എന്താണ്? മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് നേരെ വലിയ പ്രശ്നങ്ങൾ, അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ എന്താണ് പ്രതികരണമെന്നാണ്. സ്വാഭാവികമായും സ്ത്രീകളോടും കുട്ടികളോടും അമ്മമാരോടുമൊക്കെ വലിയ ബഹുമാനം പൊതുവിടങ്ങളിൽ പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപി അതിന് കൃത്യമായൊരു മറുപടി പറഞ്ഞങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവിടെ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി പിടിച്ചു തള്ളുന്ന, തള്ളി നീക്കുന്ന, അതും വളരെ രോഷത്തോടെ. അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കും, ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. എൻ്റെ വഴി എൻ്റെ അവകാശമാണ്. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സുരേഷ് ഗോപി വളരെ കോപാകുലനായാണ് പ്രതികരിക്കുന്നത്. എൻ്റെ വഴി എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് അദ്ദേഹം കൈകൂപ്പി ആദ്യം വന്നു, വീണ്ടും മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചു. ആ സമയത്താണ് ഈ വിധത്തിലുള്ള പ്രതികരണം ഉണ്ടായത്. അങ്ങനെ മാധ്യമപ്രവർത്തകരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് സുരേഷ് ഗോപി വണ്ടിയിൽ കയറിപ്പോയി. അതിനുശേഷം ആ സമയത്തൊന്നും അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ല. മറിച്ച് അനിലക്കര എന്ന മുൻ MLA സുരേഷ് ഗോപി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തപ്പോഴാണ് അതിന് കൗണ്ടർ എന്ന നിലയിൽ സുരേഷ് ഗോപിയും പരാതി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ എന്ന BJPയുടെ പ്രമുഖ നേതാവ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൻ്റെ ചർച്ചയിൽ പറഞ്ഞത് എന്താണ്? സുരേഷ് ഗോപിയെ മൈക്കിലും ക്യാമറയിലുമൊക്കെ കത്തിയും കൊണ്ടുവന്ന് മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലാൻ ശ്രമിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെ സംശയിച്ചുകൂടെ എന്നാണ്. എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ സുരക്ഷയിൽ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തൗഫീഖ് ആലം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനെ, മീഡിയ വണ്ണിന്റെ പ്രവർത്തകനെ അപലപിക്കാൻ എന്തേ നിങ്ങൾ ഒരു മാധ്യമം ഒന്ന് രംഗത്ത് വന്നില്ല?
ചർച്ച നടത്തിയോ? വാർത്ത ഒരു തരിമ്പ് കൊടുത്തോ? ഒരു വാർത്തയുടെ അരക്കഷ്ണം 30 സെക്കൻഡ് വാർത്ത കൊടുത്തു. സന്ദീപ് കൈകൊണ്ട് ഇങ്ങനെ മലർത്തി കാണിക്കുന്നതൊക്കെ പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടടിക്കുന്ന നിങ്ങളുടെ മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ, കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ മുട്ടടിക്കുന്ന മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ, ഷാജഹാൻ പി ജയരാജന്റെ ഉണ്ടല്ലോ. സുരേഷ് ഗോപിയുടെ ഡയലോഗ് മാത്രമല്ല ആക്ഷനും ഉണ്ട്. നോക്കുക, ഏത് നിലയിലേക്കാണ് കേരളത്തിൽ BJP നേതാക്കൾ പെരുമാറുന്നത്. തൗഫീഖ് ആലം എന്നോ മറ്റു പേരുള്ളൊരു മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ സുരേഷ് ഗോപിയോട് എന്തോ ഒരു ആംഗ്യം കാണിച്ചുവെന്നും അത് കുത്തിക്കൊല്ലാനുള്ള ആഹ്വാനമാണെന്നും മാതൃഭൂമി ചർച്ചയിൽ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിനുശേഷം മീഡിയ വൺ എന്ന ചാനൽ ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്, അതുകൊണ്ട് അതിലെ ആളുകൾ മുഴുവൻ ഇത്തരക്കാരാണ്, സുരേഷ് ഗോപിയെ മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണിവർ. കാരണം BJP സുരേഷ് ഗോപിയെ പ്രൊജക്റ്റ് ചെയ്തത് എങ്ങനെയാണ്? കേരളത്തിനൊരു കേന്ദ്രമന്ത്രി, കേരളത്തിന് എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അതിൽ സുരേഷ് ഗോപി അമ്പേ പരാജയപ്പെട്ടു. കാരണം സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരണമായിരുന്നുവെങ്കിൽ ഈ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണമായിരുന്നു, ഉണ്ടായില്ല. ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് സുരേഷ് ഗോപി ആ വിധത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിപ്പിക്കാൻ വേണ്ടി ഒരു കേന്ദ്രമന്ത്രിയുടെ മുഴുവൻ പവറും എടുക്കണമായിരുന്നു. അതും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല വയനാട്ടിലെ ഉരുൾപൊട്ടൽ. അതുപോലെ തന്നെ കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി 5 മന്ത്രിമാരെ ഏകോപിപ്പിച്ചുകൊണ്ടൊരു വലിയ സംവിധാനം ഉണ്ടാക്കി കേരളത്തെ സ്വർഗ്ഗഭൂമിയാക്കുമെന്നൊക്കെ റിപ്പോർട്ടർ ചാനലിൻ്റെ അഭിമുഖത്തിൽ മുമ്പ് പറഞ്ഞിരുന്നു. അതും നടപ്പായിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞത് മുഴുവൻ കേരളത്തെ സ്വർഗ്ഗഭൂമിയാക്കും, ഞാൻ കേന്ദ്രമന്ത്രിയാകും, ഒരുപാട് പദ്ധതികൾ വരുമെന്നൊക്കെയാണ്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാകണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാനുള്ള ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുന്നത്. എനിക്ക് 22 സിനിമകളിൽ അഭിനയിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ സിനിമാ മേഖലയിലേക്ക് പോവുകയാണ്, അതിൻ്റെ പേരിൽ എന്നെ കേന്ദ്രമന്ത്രി പദവിയിൽ നിന്ന് മാറ്റിയാൽ സന്തോഷമേ ഉള്ളൂ എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ ജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഈ മനുഷ്യനില്ല എന്ന നിലയിലേക്കാണ് വോട്ടർമാർ കരുതുക, അല്ലെങ്കിൽ അവരത് കരുതി കഴിഞ്ഞു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പറയുന്നത് പോലെ മാധ്യമപ്രവർത്തകരോട് കയർക്കുന്ന വിഷയത്തിൽ, അതുപോലെ കേന്ദ്രമന്ത്രിയായതിലുള്ള അതൃപ്തി, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് കേന്ദ്രമന്ത്രി പണി പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് വലിയ വിവാദമായതിൻ്റെ ആ ഒരു പ്രശ്നം, ഇതെല്ലാം ചേർത്ത് ഒരു വലിയ ഫ്രസ്ട്രേഷനിലാണ് സുരേഷ് ഗോപി എന്നാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. കാരണം സുരേഷ് ഗോപി അങ്ങനെ മാധ്യമപ്രവർത്തകരോട് ഈ വിധത്തിൽ കയർക്കേണ്ടതോ പിടിച്ചു മാറ്റേണ്ടതോ തള്ളിക്കയറേണ്ടതോ ഒരു സാഹചര്യം അവിടെയില്ല. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഏതെങ്കിലും റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടാവുകയോ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പഴയ നികുതി വെട്ടിപ്പ് കേസ് പോലെ എന്തെങ്കിലും വ്യക്തിപരമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വളരെ പ്രൊവോക്ക് ചെയ്യുന്ന വല്ല വിഷയങ്ങളുമാണ് ചോദിക്കപ്പെടുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിൽ സുരേഷ് ഗോപിയുടെ പേര് ഇതുവരെ ആരും കേട്ടിട്ടില്ല. ഇനി അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഭയമുണ്ടോ അല്ലെങ്കിൽ ആശങ്കയുണ്ടോ എന്നറിയില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സുരേഷ് ഗോപി സേഫാണ്. അപ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സിനിമാ പ്രവർത്തകർ, വനിതാ സിനിമാ പ്രവർത്തകർക്ക് വലിയ തോതിലുള്ള അവഹേളനം നേരിടേണ്ടി വരുന്നുണ്ട്. മുകേഷ് അടക്കമുള്ളവരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഈ വിഷയം പഠിക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ വല്ല ഇടപെടലും വേണമെങ്കിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമങ്ങളിൽ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ആ മനുഷ്യന് പ്രതികരിക്കാം. പക്ഷെ അദ്ദേഹം വല്ലാത്തൊരു ഫ്രസ്ട്രേഷനിലാണ് മാധ്യമപ്രവർത്തകരോട് ഇടപെടുന്നത്, രോഷത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത് എന്നതാണ് പ്രഥമ ദൃഷ്ടിയാൽ എനിക്ക് തോന്നിയത്. അത് സുരേഷ് ഗോപിക്ക് ഒട്ടും ഭൂഷണമല്ല. അത് സുരേഷ് ഗോപിക്ക് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ നോക്കുക, സുരേഷ് ഗോപി ഈ കേസ് കൊടുക്കുന്നു, മാധ്യമപ്രവർത്തകരുടെ പിന്നാലെ പോകുന്നു. ഇതിനൊക്കെ കാണിക്കുന്ന എനർജി ഈ നാട്ടിൽ കുറേ വികസന പ്രവർത്തനങ്ങൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒക്കെ കൊണ്ടുവരുന്നതിൽ കാണിച്ചിരുന്നുവെങ്കിൽ അത് വലിയ ആകുമായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി പറയുകയാണ്, ഞാൻ എവിടെ നിന്നാണോ വരുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ചോദിക്കാൻ പാടൂ എന്ന് പറയുകയാണെങ്കിൽ, ഈ തൃശ്ശൂരിൽ മെട്രോ കൊണ്ടുവരുമെന്ന് പറയണമെങ്കിൽ സുരേഷ് ഗോപി ഇനി കൊച്ചി മെട്രോ ഇറങ്ങുമ്പോഴാണോ ആ ചോദ്യം ചോദിക്കാൻ പറ്റുക? അങ്ങനെ നമ്മൾ എന്ത് ചോദിക്കണം, മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്യണം, അതൊക്കെ സുരേഷ് ഗോപി അങ്ങോട്ട് ചട്ടക്കൂടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിൽ, അദ്ദേഹത്തിന് മുന്നോട്ട് പോകാത്ത വിധത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകരും ബാരിക്കേഡൊക്കെ ഇട്ട് ആ വിധത്തിലൊക്കെ അദ്ദേഹത്തെ തടയുകയാണെങ്കിൽ ശരി. ഇതൊരു മൈക്ക് വെച്ച് ചോദിക്കുകയാണ്. പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ നെഞ്ചത്തോട്ട് എല്ലാവരും കയറി. പക്ഷേ സുരേഷ് ഗോപി ഈ വിധത്തിൽ മാധ്യമപ്രവർത്തകരെ കേസിൽ കുടുക്കിയിട്ടും ഈ വിധത്തിൽ മാധ്യമപ്രവർത്തകരെ പിടിച്ച് തള്ളിയിട്ടും അത് മാധ്യമങ്ങൾ പോലും വലിയ ചർച്ചയാക്കുന്നതായി കാണുന്നില്ല. അത് ഒരു ഇരട്ടത്താപ്പ് പോലെ തോന്നുന്നു. എന്തായാലും
സുരേഷ് ഗോപി ഈ വിധത്തിലൊക്കെ മുന്നോട്ട് പോകുന്നത് BJP നേതൃത്വത്തിന് തന്നെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് ഇത് തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാധ്യമപ്രവർത്തകരെ കേസിൽ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഇത്തരം നടപടികളുമായാണ് സുരേഷ് ഗോപി പോകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ എളിമ എവിടെ പോയി എന്ന ചോദ്യം അത് പ്രസക്തമാകും. ധാർഷ്ട്യവും ധിക്കാരവും വർദ്ധിച്ചു എന്ന് ജനങ്ങൾ പറയും. എന്നതിനപ്പുറത്തേക്ക് BJP സംസ്ഥാന നേതൃത്വത്തിനും ഇതിന് വലിയ അതൃപ്തിയുണ്ട്. മുമ്പ് കേന്ദ്രമന്ത്രി പണി പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേന്ദ്ര നേതൃത്വത്തിനും വലിയ വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി അധികകാലം ഈ സൂപ്പർ താര പരിവേഷം അല്ലെങ്കിൽ ഭരത്ചന്ദ്രൻ കളിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്.